ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പല നിരീശ്വര പ്രസ്ഥാനങ്ങളും ഗാന്ധിജി മതത്തിന്റെ സിംബൽസിന് ഉപയോഗിച്ചത് കൊണ്ട് നെഹ്റുവിന്റെ രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് അതിന്റെ ഫലങ്ങൾ പലതും ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് റിലീജിയസ് ഐഡന്റിറ്റീസായി വളർന്നതിന്റെ പ്രതിഫലനമാണ് പിന്നീട് പാകിസ്ഥാൻ ഉണ്ടായതുപോലും എന്നും പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? സത്യത്തിൽ അത് വസ്തുതയില്ലാത്ത ഒരു ആരോപണമാണ്. ഈ പാകിസ്ഥാൻ വാദത്തിന് പിന്നിൽ മുഹമ്മദ് അലി ജിന്നയുടെ വ്യക്തിപരമായ പൊളിറ്റിക്കൽ അംബീഷൻസും ഒരു കാരണമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ദ്വിരാഷ്ട്ര വർത്തമാനങ്ങളൊക്കെ അങ്ങനെ 1937 വി.ഡി. സവർക്കർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. 40 മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ പ്രമേയം വരുന്നത്, ഫസലുൽ ഹക്ക് പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിക്കുന്നത്. അതിൽ വിഭജനം ഒഴിവാക്കാൻ അവസാന നിമിഷം വരെ പെയിൻ എടുത്തിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി കോൺഗ്രസിലെ സ്വന്തം സഹപ്രവർത്തകരെ പോലും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇത് പറ്റില്ല, ഈ രാജ്യത്തെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്ത ആളാണ്. പക്ഷേ ആത്യന്തികമായി അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജിയുടെ നിലപാടുകൾ കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് രണ്ടായത് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. എന്ന് മാത്രമല്ല, ഈ വിഭജനം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിന് മുമ്പ് 1905 തന്നെ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഗാന്ധിജിയെ പോലെയുള്ള നെഹ്റുവിനെ പോലെയുള്ള നേതാക്കളില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 30കളിൽ തന്നെ കുറച്ചുകൂടി രൂക്ഷമായ അവസ്ഥയിലേക്ക് ഈ വിഷയം വന്നേനെ എന്നാണ് എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ തോന്നുന്നത്. അല്ലാതെ ഗാന്ധിജി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം റിലീജിയസ് സിംബൽസിനെ ഉപയോഗിച്ചതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായതായിട്ടുള്ള ധാരണ തെറ്റാണ്.